നമസ്കാരം. യു ഡോണ്ട് നീഡ് റിവെഞ്ച് ടു വിൻ. പ്രതികാരം ചെയ്താൽ മാത്രമേ ജയിക്കാനാകൂ എന്ന് കരുതരുത്. നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ മുറിവേൽപ്പിച്ചവർ, നമ്മളെ ഉപദ്രവിച്ചവർ, അവരോടൊക്കെ പ്രതികാരം ചെയ്യണം. അവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഓരോ ദിവസവും മനസ്സിൽ കുമിഞ്ഞു കൂട്ടി അതെല്ലാം കൂടി ഉള്ളിലോട്ട് വന്ന് അവരെ എങ്ങനെ ഉപദ്രവിക്കണം, എങ്ങനെ ചെയ്യണം. ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണിത്. ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ പുറകെ നടന്നവരെ ഉപദ്രവിക്കുക, അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുക, അവരുടെ മുമ്പിൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക, അവരുടെ മുമ്പിൽ തങ്ങളുടെ വിജയങ്ങളൊക്കെ കാണിച്ച് അല്ലെങ്കിൽ അനാവശ്യമായ ഷോ കാണിച്ച് എങ്ങനെയാണോ അവരെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ഉപദ്രവങ്ങൾ ചെയ്യാമോ, അവരെ എങ്ങനെ ദ്രോഹിക്കാമോ, അവരെക്കുറിച്ച് എന്തൊക്കെ പറയാമോ, ഇതൊക്കെ ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷേ തിരിച്ചറിയാനാവാത്ത ഒരു സത്യം, അല്ലെ തിരിച്ചറിയാൻ മറന്നു പോകുന്ന ഒരു സത്യം, ഈ പ്രതികാരം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ, അവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും വിദ്വേഷവും നമ്മുടെ ഉള്ളിൽ കുമിഞ്ഞു കൂടുമ്പോൾ, അല്ലെ നമ്മുടെ ഉള്ളിൽ അതെല്ലാം വെച്ച് നിറയ്ക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, നമ്മുടെ പോസിറ്റീവ് എനർജി. നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളോട് പ്രതികാരം ചെയ്യണമെന്ന ചിന്തയുമായി പോകുമ്പോൾ നമുക്കൊരിക്കലും സമാധാനം കിട്ടില്ല. എങ്ങനെ ഒരാളെ ഉപദ്രവിക്കണം, എങ്ങനെ ഒരാളെ മറികടക്കണം, എങ്ങനെ അവരെ ജയിക്കണം, ഈ ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ. പ്രിയപ്പെട്ട സുഹൃത്തെ, എന്ത് നേടും? ഒന്നും നേടില്ല. നമ്മളെ തോൽപ്പിച്ചവർ, നമ്മളെ മുറിവേൽപ്പിച്ചവർ, നമ്മളെ വേദനിച്ചവർ, അവർക്കുള്ളത് ദൈവം നൽകും, ഇല്ലെങ്കിൽ പ്രപഞ്ചം നൽകുമെന്ന് കരുതുക. അവരുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കുക, അവരുടെ മുമ്പിൽ തോൽക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത് മുന്നോട്ട് പോകുക. നമ്മളുടെ അവരോടുള്ള റിവെഞ്ച്, മധുരപ്രതികാരം നമ്മളുടെ വിജയത്തിലേക്ക് നമ്മൾ വഴി പോകുക എന്നുള്ളതാണ്. അല്ലാതെ അവരെക്കുറിച്ച് ഓർത്ത് അവരോട് വൈരാഗ്യം കാണിച്ച് അവരെ ദ്രോഹിച്ച് അല്ലെ അവരെ വേദനിപ്പിച്ച് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മനസ്സമാധാനം കിട്ടില്ല. തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും, അത് അവൻ്റെ വിധി. നമ്മൾ അതിൻ്റെ പുറകെ നടക്കണ്ട, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. നമ്മളെ വേദനിപ്പിച്ചെങ്കിൽ അത് വിട്ടുകളയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടേതായ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക, നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. നമ്മളുടെ വിജയങ്ങൾ കണ്ടെത്തുമ്പോൾ, നമ്മൾ വിജയിക്കുമ്പോൾ അത് തന്നെ അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. എന്തിനാണ് മറ്റൊരാളെ വേദനിപ്പിക്കുന്നത്? എന്തിനാണ് മറ്റൊരാളുടെ മുമ്പിൽ നമുക്ക് ജയിക്കേണ്ടത്? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക. ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിലുള്ള പ്രതികാര ചിന്തകൾ മാറ്റിവെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മറ്റൊരാളോട് പ്രതികാരവും ദേഷ്യവും വരുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, അത് നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ മുന്നോട്ടുള്ള പുരോഗതിയാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് പ്രതികാരം വിടുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഷോ ഓഫുകൾ നിർത്തുക. നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും. ഒത്തിരി നന്നായി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്.